ഡോക്ടർ രാധാകൃഷ്ണൻ, നോക്കൂ, ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഹൈക്കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തെ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇന്ന് SIT നൽകിയ ഇടക്കാല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം. മാത്രമല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ദേവസ്വം കമ്മീഷൻ, ഇവരൊക്കെ സംശയത്തിൻ്റെ നിഴലിലാണ്. അവരുടെയൊക്കെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് ഹൈക്കോടതി പറയാതെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അന്വേഷണം ഉന്നതങ്ങളിലേക്ക് എത്തേണ്ടതാണ്, വമ്പൻ സ്രാവുകളിലേക്ക് എത്തേണ്ടതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുമോ? പോകേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10/10/2025 കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ 4ാം ഖണ്ഡികയിൽ ഇത് എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പലക അല്ലെങ്കിൽ ചെമ്പ് പാളി വെറും ചെമ്പ് പാളികളായി മാറുന്നത് എന്ന് വിസ്മയത്തോടു കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അത് 10 പേര് ഒപ്പുവെച്ച് കൊടുത്ത ഒരു മഹസറിലാണ്. അത് തന്ത്രിയുണ്ട്, മേൽശാന്തിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവരെല്ലാരും കൂടി ഒപ്പുവെച്ച് കൊടുത്ത ഒരു മഹസറിലാണ് ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് വെറും ചെമ്പായിട്ട് മാറിയത്. അത് വെച്ചുകൊണ്ടാണ് പത്മകുമാർ പറഞ്ഞത് സ്വർണമല്ല ചെമ്പാണ് 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 എന്ന് പത്മകുമാർ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അത് ശുദ്ധമായ കളവായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതാണ് എന്ന് അറിയാത്തവരല്ല, അവിടെ സ്വർണമില്ല, വെറും ചെമ്പ് മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞു ഒപ്പുവെച്ചിരിക്കുന്നവരെല്ലാവരും. അത് പത്മകുമാറിന് അറിയാവുന്നതാണ് ഇത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ഇതാണ് ശ്രീകോവിലെന്ന്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു പെരും കൊള്ളയുടെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ നിന്ന് ഈ സ്വർണം നഷ്ടപ്പെട്ടു പോയത്. അതില് ഇവരുടെ ഒരു ഉപകരണമായിട്ടാണ് പോറ്റി പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും പറയുന്നത് പോറ്റി 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 എന്ന് പറയുന്നത്. പോറ്റി ഒരു ദിവസം അവതരിച്ചതല്ല. പോറ്റി എല്ലാവർക്കും അറിയാമായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന പോറ്റിക്കും അവരെല്ലാവരെയും അറിയാമായിരുന്നു. പോറ്റി ആവശ്യപ്പെടുന്നത് എന്തും അവരെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു വന്നതിൽ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കാനും പരിപാലിക്കാനും വർദ്ധിപ്പിക്കാനുമാണ് അവരുടെ ഉത്തരവാദിത്വം. ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാന വിശുദ്ധി കാത്തുരക്ഷിക്കുന്നതോടൊപ്പം ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ അത് സംരക്ഷിക്കണം, പരിപാലിക്കണം, അത് വർദ്ധിപ്പിക്കണം. ഇത് ചെയ്യുക എന്നതാണ് ഇവരുടെ ദൗത്യം. അത് ചെയ്യാതെ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നവർക്ക് കൂട്ടുനിൽക്കുക എന്ന ഹീനകൃത്യമാണ് ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ദേവസ്വം ബോർഡ് അതിനകത്ത് നിഷ്കളങ്കരല്ല. വളരെ പെട്ടെന്ന് അവർ നിഷ്കളങ്കരാകാനും പറ്റില്ല. ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഞാൻ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അതായത് കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് പോറ്റി എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. കാരണം ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെമ്പുപാളികളാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ എങ്ങനെ പോറ്റിയിൽ കുറ്റം ആരോപിക്കാൻ പറ്റുമെന്നാണ് അഭിഭാഷകൻ ചോദിക്കുന്നത്. എന്തായാലും പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ പോറ്റിയുടെ ആത്മവിശ്വാസം കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം, പോറ്റി എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ പെടാൻ പോകുന്നത് ദേവസ്വം ജീവനക്കാരും അതുപോലെ ദേവസ്വം ബോർഡിലെ ഉന്നതരുമാണ്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പോറ്റിയെ കരുവാക്കിയായിരുന്നു. പോറ്റിക്ക് കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷയുണ്ട് എന്നാണ് പോറ്റിയുടെ അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നത്. അഭിഭാഷകൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്ന അറിവുണ്ടായിരുന്നവരിൽ ഒരാൾ പോറ്റി കൂടിയാണ്. ഇനി പോറ്റിക്ക് ഈ സാധനങ്ങൾ കൊടുത്തുവിടാനായിട്ട് ഇവർ തീരുമാനമെടുത്തിട്ട് പോറ്റി എന്തിനാണ്? പോറ്റി 3 പേരെ വേറെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അതെ, 3 പേരെ പോറ്റി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ പോറ്റി എന്തിനാണ് ഇതിൽ നിന്ന് 500 ഗ്രാം സ്വർണം കട്ട് സ്വീകരിച്ചത്? പോറ്റിക്ക് അതിന് അധികാരമില്ലല്ലോ. പോറ്റി ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ. ആ ജോലി ഏൽപ്പിച്ച് അതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്പ്യാരെ. ഒരു കാര്യമുള്ള എന്താണെന്ന് അറിയാമോ? ബാർട്ടർ സിസ്റ്റത്തിലാണ് അത് സ്വർണം പൂശിയേക്കുന്നത്. അതെ,
ആ സാധാരണ സ്വർണം പൂശുന്നതിന് നമ്മൾ സ്വർണം കൊടുക്കുകയും പൂശിന്റെ റേറ്റ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതങ്ങനെയല്ല. സ്വർണം പൂശിയ റേറ്റിനുള്ള സ്വർണം അവരെടുക്കുകയാണ്. അതെ. ഇത് ബാർട്ടർ സിസ്റ്റം. 125 ഗ്രാമിന്റെ ഞങ്ങൾ പണി ചെയ്തതിന്റെ ഇത് സ്വർണം പൂശിയതിന്റെ കൂലി 125 ഗ്രാം സ്വർണം എടുത്തു. ബാർട്ടർ സിസ്റ്റം ഒക്കെ പോയിട്ട് കാലോത്രയായി. ഇത് പറയുന്നതിന് എന്തെങ്കിലും വേണ്ടേ? ഈ ശബരിമല മൊത്തം അടിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അവർ ആ മൊത്തം അടിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ്. ആ 30 കിലോ സ്വർണവും അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ്. പിന്നെ ഇതിൽ നടക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കേട്ട്, ഒരിക്കൽ ഞാൻ അവിടെ നിന്നപ്പോ ഒരു ലേലം കണ്ടു. ഒരു ലേലം എന്ന് വെച്ചാൽ അരിച്ചാക്ക് ലേലം ചെയ്യുന്നത്, പിന്നെ ഈ വസ്തുവകകൾ ലേലം ചെയ്യുന്നത്, ശർക്കര ലേലം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കൊണ്ട് ഭക്തന്മാർക്ക് എന്തും സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കുന്ന കാര്യം അപ്പം തന്നെ ലേലം ചെയ്യും. 75 കിലോ തൂക്കമുള്ള ഒരു അരിച്ചാക്ക് അന്ന് അവിടെ ലേലത്തിന് പോയതെന്ന് പറഞ്ഞാൽ 60 രൂപക്ക് 70 രൂപക്കാണ്. അത് ആരും കേൾക്കില്ല. 50 രൂപ ഒരു വാക്ക് 50 രൂപ 2 വാക്ക് 50 രൂപ 3 വാക്ക് ലേലം ഉറപ്പിച്ച്. ഈ ലേലം ഉറപ്പിച്ച സാധനം നേരെ പോകുന്നത് ദേവസ്വത്തിലേക്ക്, പിന്നെ കാശിനാണ് പോകുന്നത്. ദേവസ്വത്തിന് അരി വേണമല്ലോ. അതെ അതെ. ആ ഇവിടെ ലേലം ചെയ്ത് കൊടുത്തതിന് ശേഷം ലേലം പിടിക്കുന്നവൻ അത് ദേവസ്വത്തിന് വലിയ വിലക്ക് കൊടുക്കുന്നു. പിന്നെ ഇത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇവരൊക്കെ ഹുണ്ടികക്കാരെ പോലെയാണ് ഇരിക്കുന്നത്. അത് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ. തന്ത്രിയുടെ ഈ പ്രസാദം കൊടുക്കുന്ന നിവേദ്യം ഉണ്ടാക്കുമല്ലോ, ഒരു ചെറിയ കൊച്ചു തള്ളി ഒരു ചെറിയ ഒരു ഇതിനകത്താണല്ലോ നിവേദ്യം ഉണ്ടാക്കുക. നേരെ കണ്ടിട്ടില്ല, ഒരു ചെറിയ സാധനമാണ്. ആ ചെറിയ സാധനത്തിൽ ഉണ്ടാക്കുന്ന നിവേദ്യമാണ് കൊടുക്കാവുന്നത്. പക്ഷെ ഇവര് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിവേദ്യം കൊടുത്തുകൊണ്ടിരിക്കും. അക്ഷയപാത്രമാണ് ഇവരുടെ നിവേദ്യം. ഇതെല്ലാം ഇങ്ങനെ ഈ കാശ് വാങ്ങിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരെല്ലാം അവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പ സ്വാമിയിലെ ഇവർക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് മാത്രം എന്ന് പറഞ്ഞ് പച്ച കള്ളം എഴുതി ഒപ്പുവെച്ച് കൊടുക്കില്ല. പക്ഷേ ആ ഒരൊറ്റ കാര്യം കൊണ്ട് പോറ്റിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം പോറ്റിയുടെ അഭിഭാഷകൻ അറിയില്ലെങ്കിൽ അതിന്റെ കാര്യം അഭിഭാഷകൻ തന്നെ പോറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇതുകൊണ്ടൊന്നും പോറ്റിയുടെ ഉത്തരവാദിത്വം പോകില്ല. പോറ്റി അവിടെ എന്തിനു വന്ന്, പോറ്റി എന്തിനാണ് അവിടെ വരുന്നത്, പോറ്റി അവിടെ എങ്ങനെ താമസിക്കുന്നു, ആരെ സ്വാധീനിച്ച്, ഇവരൊക്കെ പെടും. അത് വേറെ പ്രശ്നം. പത്മകുമാർ എന്തൊരു നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. അതിനോട് സ്വർണ്ണമില്ല, ചെമ്പല്ലേ. എന്തൊരു പെരുമ. ഒരു പെരും കള്ളന് പോലും അങ്ങനെ അത്രയും കളവ് പറയാൻ പറ്റില്ല. കാരണം പത്മകുമാറിന് അറിയാലോ, കേരളത്തിലെ ഈ 98-99 കാലത്ത് അത് സ്വർണം പൊതിയുന്നത് വലിയ വാർത്തയായിരുന്നു. എല്ലാ ദിവസവും അന്ന് മാതൃഭൂമിയും മനോരമയും എല്ലാ ദിവസവും ഇതിന്റെ വാർത്ത കൊടുക്കും. അന്ന് ആ സ്വർണം പൊതിയുന്നതിന് ആവശ്യമായ എല്ലാ അനുഷ്ഠാന ആചാര ക്രിയകളും പൂജകളും നടത്തിയ മനുഷ്യന്റെ പേരാണ് കണ്ഠരര് രാജീവര്. അപ്പൊ വേറെ ആർക്കറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാലോ ഈ കാര്യം. തീർച്ചയായും അദ്ദേഹമാണ് താൻ ആ നമ്പ്യാര് ആ ജഡ്ജിമെന്റിൽ 4-ാം ഖണ്ഡിക നോക്ക്, അതിൽ 1-ാം പേരുകാരനായിട്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് ചെമ്പാണെന്നും പറഞ്ഞുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ഇത്ര ഒരു ഇങ്ങനെ കളവ് എഴുതാൻ മനുഷ്യർക്ക് മടിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യും? തീർച്ചയായും വിഹിതം എല്ലാവരിലും എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിക്കല്ല, നമുക്കങ്ങ് ഉറപ്പിക്കാം അല്ലേ? അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ നമ്പ്യാരെ. ഒരു കാര്യമുള്ള എന്താണെന്ന് അറിയാമോ? ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് 251 ക്രിമിനൽ കേസിലെ പ്രതിയാണ് അങ്ങയോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ. ഈ 27-ാം തീയതിയും ഒരു കേസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് സമൻസ് വന്നിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉദുമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തുടങ്ങിയിട്ടുള്ള കേസുകളൊക്കെ എനിക്ക് അത് പോയിക്കോട്ടെ. പക്ഷെ എനിക്ക് സങ്കടം ഉണ്ടായത് ആ ശബരിമലയുടെ ആചാരം ലംഘിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് കേരളത്തിലും പുറത്തുമുള്ള മുഴുവൻ കക്ഷികളും മുഴുവൻ വിശ്വാസികളും ജനൻ ടിവിയും വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഉറങ്ങാതെ. ആ സമയത്ത് ഒരു വാക്ക് ഈ തന്ത്രി പറഞ്ഞാൽ മതി,
ഈ ആചാര ലംഘനം ഞാൻ അനുവദിക്കില്ല, ആചാര ലംഘനത്തിന് വന്നു കഴിഞ്ഞാൽ ഞാൻ നട അടക്കും എന്ന് പറയാൻ തന്ത്രിക്ക് അധികാരമുണ്ട്. ഒരു വാക്ക് പറഞ്ഞില്ല. അതെ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്പ്യാർ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ. അതെ 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 നമ്മള് ഉറങ്ങാതിരുന്നുകൊണ്ട് മൗനം പാലിച്ചു അദ്ദേഹം. അല്ല, എന്റെയൊക്കെ വീട്ടിൽ മൗനം പാലിച്ചു എന്ന് പറഞ്ഞാൽ അത് മഹാവൃത്തിയോടല്ലേ കാണിച്ചിരിക്കുന്നത്. ആ സമയത്ത് പറയണ്ട ഈ ആചാര അനുഷ്ഠാന, അതായത് ശബരിമലയില് അയ്യപ്പന്റെ അനന്ത വിചിത്രമായ ഭാവങ്ങളുണ്ട്. അതില് ശബരിമലയിലെ ഭാവപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിന്റെ പ്രതിഷ്ഠയാണ്. അതിനൊത്ത അനുഷ്ഠാനങ്ങൾ വേണം, ആചാരങ്ങൾ വേണം. ഇപ്പൊ എറണാകുളത്ത് അയ്യപ്പൻ കാവുണ്ട്, ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം. പക്ഷെ എല്ലാ അയ്യപ്പ ക്ഷേത്രവും അങ്ങനെയല്ല. എന്തിനാണ് ഈ ശബരിമലയിലൊരു അയ്യപ്പ ക്ഷേത്രം വന്നത്? അന്ന് ഇവരെ എല്ലാം, പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമില്ല, ഇതിന്റെ ഇതും കൊണ്ട് ഇയാള് പോയി എവിടെയോ പോയിട്ട് സ്വർണം പൂശിയതിനു ശേഷം ഈ ശ്രീകോവിലുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളുമായിട്ട് ഇയാള് ഹൈദരാബാദില്, കർണാടകയിലെ പല പ്രദേശത്തും, തമിഴ്നാട്ടില് ഇവിടെയെല്ലാം കാശുള്ളവരുടെ വീട്ടിൽ ഈ ഇത് കൊണ്ടേ കൊടുത്ത് പൂജ നടത്തിയല്ലോ. അതിന് ഇയാൾക്ക് ആരധികാരം കൊടുത്തു? ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇയാളോട്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയാളുടെ വക്കീലിന്റെ വാദം സമ്മതിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? അതെ അതെ അതൊക്കെയുണ്ട്. അതാണ് അല്ല അദ്ദേഹം പറയുന്നത് ഇതിന് കാരണഭൂതമായത് ഈ ഉത്തരവാണല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പോറ്റി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരിയാണ്. ഞാൻ അദ്ദേഹവുമായി താങ്കൾ പറഞ്ഞ ഈ കാര്യം ചൂണ്ടിക്കാട്ടി ഞാൻ അദ്ദേഹവുമായി തർക്കിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് ശാസ്ത്രമംഗല അജിത്തുമായി ഞാൻ തർക്കിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഇടപെടൽ ആയിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. നിയമം അറിയാമെങ്കിൽ, നിയമം പരിശോധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം, പ്രത്യക്ഷമായിട്ടുള്ള പങ്കാളിത്തം പോറ്റിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് എന്ത് നിർദ്ദേശമോ അതിനനുസരിച്ച് പ്രവർത്തിച്ചു, അത് മാത്രമേ പോറ്റി ചെയ്തുള്ളൂ എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദേവസ്വം ബോർഡ് ബാക്കി വരുന്ന 500 ഗ്രാം സ്വർണം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. ദേവസ്വം ബോർഡ് ഈ വിഗ്രഹങ്ങളുമായിട്ട് നാട് മുഴുവൻ നടന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് അയ്യപ്പന്റെ എന്താണ് പറയേണ്ടത്, അയ്യപ്പന്റെ അനുഗ്രഹം വിതരണം ചെയ്യാനുള്ള പൂജ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഡോക്ടർ രാധാകൃഷ്ണൻ, ഒരുപക്ഷെ ഈ ധനാഗമ മാർഗങ്ങൾ അതൊക്കെ അതിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ ഒരുപക്ഷെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ പോറ്റിയുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കില്ല ഒരുപക്ഷെ ഈ പ്രദർശനം. അല്ല, ഞാൻ പറയുന്നത് ആ വക്കീല് പറഞ്ഞതിന്റെ കൗണ്ടറാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ആ വാസു എന്നൊക്കെ പറയുന്ന കക്ഷിയില്ലേ, അതൊക്കെ എന്താ സാധനങ്ങൾ എന്ന് ചെയ്യാമോ? കാരണം ഇത് ഒറ്റ കാര്യമേ എനിക്ക് അത് സംശയമുള്ളൂ. ഇത് മന്ത്രിമാരിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. മന്ത്രിമാർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഇത് ശബരിമല ദേവസ്വം ബോർഡ് ഓട്ടോണമസ് ആണെന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട് നമ്പ്യാരെ, ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഗുരുവായൂര്, ഏറ്റുമാനൂര്, ചോറ്റാനിക്കരയില്, പിന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില്, പിന്നെ കേരളത്തിലുള്ള എല്ലാ പ്രമുഖമായ ക്ഷേത്രങ്ങളിലും വലിയ രീതിയിൽ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000 ഏക്കർ ഭൂമി കയ്യേറപ്പെട്ടിട്ട് അത് തിരിച്ചു പിടിക്കാൻ ഈ ദേവസ്വം ബോർഡുകൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഇവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കണ്ടേ? അവിടെ ഇരുന്ന് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ ഈ ശാന്തിക്കൊക്കെ തന്നെ എത്ര രൂപയാണ് വരുമാനം? ഇവരെല്ലാവരും പണം പിരിച്ചിട്ട് കൊടുക്കുകയാണ്. അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിവോട്ടീസ് ആണ് വരുന്നത്. അവൻ 41 ദിവസത്തെ വ്രതം നോറ്റ്, അവന്റെ കുടുംബം മുഴുവൻ വ്രതം നോറ്റ് സ്വാമിയെ കാണാൻ വേണ്ടി കാൽനടയായും നടന്ന് അവിടെ വന്ന് ദർശനം, ഒരു നിമിഷ നേരത്തെ ദർശനം കടന്നു പോകുമ്പോ അവന്റെ ജീവിതത്തിൽ അവൻ സമ്പാദിച്ചിട്ട് വിഹിതവും അവിടെ പാർപ്പിച്ചിട്ട് പോവുകയാണ്. അതാണ് ഇവര് എടുത്ത് വിൽക്കുന്നത്. അതിൽ തന്ത്രിക്ക് പങ്കുണ്ട്,
മേൽശാന്തിക്ക് പങ്കുണ്ട്, ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ പ്രസിഡന്റിന് പങ്കുണ്ട്, അംഗങ്ങൾക്ക് പങ്കുണ്ട്, കമ്മീഷണർക്ക് പങ്കുണ്ട്, ദേവസ്വം സെക്രട്ടറിക്ക് പങ്കുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും പങ്കുണ്ട്. അല്ല, ആരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ കൊള്ള നടത്തിയേക്കണ. അവരെ അയ്യപ്പൻ വെറുതെ വിട്ടോ? താൻ എന്താ ഈ പറയണ? അത് തന്നെയല്ല, അവിടെ ഇത് വിടുന്ന ഈ കാണുന്ന കോടാനുകൂടി ഭക്തജനങ്ങളില്ലേ, അവരിവർക്ക് മാപ്പ് കൊടുക്കൂ. അതുകൊണ്ട് ഇപ്പൊ ശാസ്ത്രമംഗലം അജിത്തല്ല, ഏത് അജിത്തായാലും ശരിയാണ്. അങ്ങനെ അങ്ങോട്ട് എളുപ്പത്തിൽ ഇയാളെ ഊർത്തിക്കൊണ്ട് പോകാമെന്നാണെങ്കിൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ള കാര്യം വക്കീൽ പറഞ്ഞാൽ കൊള്ളാം. അല്ല, ഭാവിയിൽ ഒരുപക്ഷെ ഈ പോറ്റിയെ മാപ്പുസാക്ഷിയാക്കാനും സാധ്യതയുണ്ട്. ഈ അഭിഭാഷകന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതാണ്. പോറ്റിയെ മാപ്പുസാക്ഷിയാക്കി ഈ വമ്പൻ സ്രാവുകളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷേ സർക്കാരിൻ്റെ അനുമതി ലഭിക്കുമോ എന്നുള്ളതാണ്. കാരണം ഈ ദേവസ്വം ബോർഡ് തലപ്പത്തിരുന്നവർ ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം CPM സഹയാത്രികരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അനുമതി സർക്കാർ നൽകുമോ? എവിടെയാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത് അല്ലെങ്കിൽ വഴിമുട്ടുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഡോക്ടർ രാധാകൃഷ്ണൻ, പത്മകുമാരൻ നേതാവാണ് അതിന്റെ. അതെ, എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ KS രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്.